അയാളെ സൂക്ഷിക്കണം. അയാളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ മിസൈലിൻ്റെ രഹസ്യങ്ങൾ വരെ ചോർത്തി അദ്ദേഹം ദുരന്തം വിതയ്ക്കും. കെവിൻ മിറ്റ്നിക് എന്ന ഒരു ഹാക്കറെക്കുറിച്ച് കോടതിയിൽ അഭിഭാഷകൻ പറഞ്ഞ വാചകങ്ങളാണിവ. വൻകിട സോഫ്റ്റ്വെയർ കമ്പനികൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, മറ്റുള്ള രാജ്യത്തിൻ്റെ സുരക്ഷ വഹിക്കുന്ന ഏജൻസികൾ, കോടതികൾ, ഇവരെല്ലാം അദ്ദേഹത്തെ ഭയക്കുന്നു. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾക്ക് മുൻപേ പറന്ന ഒരു ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു കെവിൻ മിറ്റ്നിക്. പക്ഷേ ഈ ഹാക്കിംഗ് കൊണ്ട് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപകൾ സമ്പാദിക്കാമായിരുന്നെങ്കിലും അദ്ദേഹം ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു ഡോളർ പോലും അതിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ വലിയ കമ്പനികളുടെ രഹസ്യങ്ങൾ, ഒരുപാട് വലിയ ക്രെഡിറ്റ് കാർഡുകളുടെ വിവരങ്ങൾ, പല കോടികളുടെ അടങ്ങുന്ന വിവരങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരുന്നു. അതിൽ ഒരു ഡോളർ പോലും അദ്ദേഹം സ്വന്തമായിട്ട് എടുത്തിരുന്നില്ല. ഇങ്ങനെയുള്ള യാതൊന്നും സ്വന്തമാക്കാതെ തന്നെ ആ ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പുറത്തു വന്നിട്ട് സോഫ്റ്റ്വെയർ സേഫ്റ്റി കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ലക്ഷ്യമിടുമ്പോൾ ഏറ്റവും കൂടുതൽ സുരക്ഷ അവകാശപ്പെടുന്ന കമ്പനികൾ തന്നെ അദ്ദേഹത്തിന് ഹാക്ക് ചെയ്യണം. എല്ലാ തരത്തിലുള്ള സൈബർ സുരക്ഷയും മറികടന്ന് അദ്ദേഹം മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആഹ്ലാദം, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഹാക്കിംഗ് അദ്ദേഹത്തിന് മീൻ പിടിക്കുന്ന പോലെയായിരുന്നു. ടൂളുകൾ തയ്യാറാക്കിയിട്ട് കാത്തിരിക്കും. ആദ്യത്തെ കടമ്പ കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യും. പാസ്വേഡുകൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, ഇവയെല്ലാം അദ്ദേഹത്തിന് ബോണസായി ലഭിക്കുന്നു. ടിക്കറ്റുകൾ ഹാക്ക് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹാക്കിങ്ങിൻ്റെ തുടക്കം. 1963 ഓഗസ്റ്റ് 6-നാണ് ലോസ് ഏഞ്ചൽസിൽ അദ്ദേഹം ജനിക്കുന്നത്. ഹാക്കിങ്ങിൽ അദ്ദേഹം രസം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ 12-ാമത്തെ വയസ്സിലാണ്. അതും ബസ് ടിക്കറ്റ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയായിരുന്നു. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പഴയ പഞ്ച് കാർഡിൽ നിന്നായിരുന്നു അദ്ദേഹം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം അത് ബസ്സിലെ പഞ്ച് കാർഡിന് പകരമായി ഉപയോഗിക്കുന്ന മറ്റൊരു പഞ്ച് കാർഡാക്കി മാറ്റുകയായിരുന്നു. കൂട്ടുകാരിയുടെ പിതാവ് ഹാരി ഹൗഡിനി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാതൃകാ പുരുഷൻ. അദ്ദേഹത്തിൻ്റെ മാജിക്കിന് ശേഷം കാണികളുടെ കണ്ണുകളിൽ നിറയുന്ന ആശ്ചര്യം ഇദ്ദേഹത്തെയും ഒരുപാട് ആകർഷിച്ചു. ആ രസം അയാൾക്ക് കിട്ടിയത് ഹാക്കിങ്ങിലൂടെയായിരുന്നു. പിന്നീട് അദ്ദേഹം ടെലിഫോൺ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറി അദ്ദേഹത്തിന് ഫ്രീ കോളുകൾ ലഭ്യമാക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ ഫ്രീ കോളുകൾ ലഭ്യമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ തന്നെ അദ്ദേഹം പറ്റിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം 17 വയസ്സുള്ളപ്പോൾ ഈ കുസൃതികൾ കുറച്ചു കാര്യമായി. കാലിഫോർണിയയിലെ പ്രധാന ടെലിഫോൺ ദാതാവായ പസഫിക് ബെല്ലിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അദ്ദേഹം നുഴഞ്ഞു കയറി. ഒരു രാത്രിയിൽ ജീവനക്കാരനെന്ന നിലയിൽ പസഫിക് ബെല്ലിൻ്റെ ഓഫീസിൽ കടന്നുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാക്കിംഗ് തുടങ്ങിയത്. ടെലിഫോൺ സംവിധാനം പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള രേഖകളുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് പറഞ്ഞതുപോലെ ഇതും പിടിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിനെ കുറച്ച് നാൾ ജുവനൈൽ ഹോമിൽ അടയ്ക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തടവിൽ നിന്ന് വന്നതിന് ശേഷം ഫോൺ വിട്ടിട്ട് കമ്പ്യൂട്ടറുകളും ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കളി. ഡിജിറ്റൽ ഉപകരണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് പതിഞ്ഞത്. ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ അദ്ദേഹം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ചെലവഴിച്ചു. കമ്പ്യൂട്ടറുകൾ വിൽക്കുന്ന ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷൻ ആയിരുന്നു മിറ്റ്നിക്കിന്റെ അടുത്ത ഇര. അവരുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ VMSന്റെ സോഴ്സ് കോഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു, അതായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടത്. സുഹൃത്തായ ലെനി ഡിസിക്കോയുടെ സഹായത്തോടെ ഡിജിറ്റൽ എക്യുപ്മെന്റ് കോർപ്പറേഷന്റെ കമ്പ്യൂട്ടറുകളിൽ അദ്ദേഹം നുഴഞ്ഞു കയറി. ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹം ഈ കൂട്ടുകാരനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഈ ഹാക്കിംഗ് പിന്നീട് കണ്ടുപിടിക്കുകയും അവരത് FBI കൈമാറുകയും FBI മിറ്റ്നിക്കിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടി ഹാക്കർ അങ്ങനെ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായി കോടതി ചിത്രീകരിച്ചു. ഏത് ടെലിഫോണുകളും ഹാക്ക് ചെയ്യും, ഏതുതരം സെക്യൂരിറ്റി സിസ്റ്റങ്ങളും തകർത്ത് എറിഞ്ഞ് ആണവ മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് കോടതി പറയുമ്പോൾ ഒരു സമൂഹം ഒട്ടാകെ അദ്ദേഹത്തെ വളരെ ഭയത്തോടെയാണ് വീക്ഷിച്ചത്. കിട്ടിയ ശിക്ഷയാകട്ടെ ഏകാന്ത തടവ്. അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ടുള്ള ബേണി അദ്ദേഹത്തുമായിട്ട് അകൽച്ച പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അദ്ദേഹം ഹാക്കിങ്ങിലൂടെ തന്നെ കണ്ടുപിടിച്ചു. ഈ ലേഡി, ഇദ്ദേഹത്തിൻ്റെ ഈ മിറ്റ്നിക്കിൻ്റെ കാമുകിയെ ആയിരുന്ന ലേഡി
മിറ്റ്നിക്കിന്റെ തന്നെ മറ്റൊരു ഫ്രണ്ടുമായിട്ട് പ്രേമം തുടങ്ങിയിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസികൾ തന്റെ പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മിറ്റ് തന്റെ ഫോണിന്റെ ഇലക്ട്രോണിക് നമ്പർ മാറ്റാനാണ് ആദ്യം ശ്രമിച്ചത്. നോവറ്റൽ എന്ന കമ്പനിയുടെ ഒരു ഹാൻഡ്സെറ്റ് ആയിരുന്നു മിറ്റ്നിക് ഉപയോഗിച്ചിരുന്നത്. എഞ്ചിനീയർ എന്ന വ്യാജേന അദ്ദേഹം നോവറ്റൽ ആസ്ഥാനത്തേക്ക് വിളിച്ചിട്ട് അത് എങ്ങനെ മറികടക്കാം എന്നുള്ള ഇൻഫർമേഷൻ കരസ്ഥമാക്കി. വീണ്ടും മിറ്റ്നിക് പൂർവാധികം ശക്തിയോടെ ഹാക്കർമാരുടെ ലോകത്ത് സ്ഥിരത ഉറപ്പിച്ചു. അവിടുന്ന് അദ്ദേഹത്തിന് ഒരു സുഹൃത്തിനെ ലഭിക്കും, ഹൈൻസ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിറ്റ്നിക്കിന് തന്റെ പേജർ നമ്പരോ തന്റെ ഫോൺ നമ്പരോ ഒന്നും നൽകിയിരുന്നില്ല. അവരുടെ ആശയവിനിമയം എന്ന് പറയുന്നത് ഇന്റർനെറ്റിലൂടെ മാത്രമായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ എറിക്കിനെ മിറ്റ്നിക്ക് സംശയിക്കാൻ തുടങ്ങി. അങ്ങനെ ഹാക്കിങ്ങിലൂടെ അദ്ദേഹം എറിക്കിന്റെ ഫോൺ നമ്പർ എങ്ങനെയൊക്കെയോ നേടിയെടുത്തു. അതിലൂടെ അദ്ദേഹം വിലാസവും കണ്ടെത്തി. അവസാനം ആ അന്വേഷണം പോയി നിൽക്കുന്നത് എറിക്കിന്റെ പിതാവിലായിരുന്നു. തൻ്റെ മകൻ ശിശുവായിരുന്നപ്പോഴേ മരിച്ചുപോയി എന്ന് ഈ പിതാവ് മിറ്റ്നിക്കിന് മൊഴി കൊടുത്തു. അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് അടക്കം മിറ്റ്നിക് ഹാക്ക് ചെയ്തു. ഒടുവിൽ ആ രഹസ്യം മിറ്റ്നിക് കണ്ടെത്തി. എറിക് എന്ന പേരിന് പിന്നിൽ ഹാക്കറായ മറ്റൊരാളാണ് ജസ്റ്റിൻ ടാനർ പീറ്റേഴ്സൺ. ഈ ജസ്റ്റിൻ FBI വേണ്ടിയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മിറ്റ്നിക് കണ്ടുപിടിച്ചു. പാക് ടെല്ലിന്റെ നെറ്റ്വർക്കാണ് ഇദ്ദേഹം FBI ബന്ധപ്പെടാൻ ഉപയോഗിച്ചതെന്ന് മിറ്റ്നിക് കണ്ടെത്തി. അങ്ങനെ പാക് ടെല്ലിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു മിറ്റ്നിക്കിന്റെ അടുത്ത ശ്രമങ്ങൾ മുഴുവനും. അങ്ങനെ പാക് ടെല്ലിനെ മിറ്റ്നിക്ക് ഹാക്ക് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് ബോണസുകൾ ലഭിച്ചു. ഒരുപാട് FBI ഏജന്റുമാരുടെ നമ്പറുകളും അവരുടെ വിലാസങ്ങളും അവരുടെ കറണ്ട് പൊസിഷൻസും എല്ലാം അങ്ങനെ മിറ്റ്നിക്കിന്റെ കയ്യിലായി. 1992 ഒക്ടോബർ 30 പോലീസുകാർ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തി. ഈ വിവരം നേരത്തെ അറിഞ്ഞ മിറ്റ്നിക് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഭക്ഷണം തന്റെ മേശപ്പുറത്ത് ഒരുക്കി വെച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. എറിക് ഹൈൻസിന്റെ വിവരം ചോർത്താൻ അദ്ദേഹം ഉപയോഗിച്ചത് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടായിരുന്നു. അത് ഹാക്ക് ചെയ്തതാകട്ടെ ഒരു പ്രിന്റ് ഷോപ്പിൽ നിന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് വാറണ്ട് പുറത്തു വന്നു. രക്ഷപ്പെടാൻ വീണ്ടും അദ്ദേഹം എറിക്കിനെയാണ് മാതൃകയാക്കിയത്. അങ്ങനെ മിറ്റ്നിക്കിന്റെ പേര് മാറ്റി അദ്ദേഹം എറിക്കെന്ന് പേര് സ്വീകരിച്ചു. പൂർണ്ണമായും പുതിയ വ്യക്തിയായിട്ട് മാറിയ അദ്ദേഹം പുതിയ താമസ സ്ഥലത്തേക്ക് മാറി. പുതിയ വ്യക്തിത്വമായി മാറിയ മിറ്റ്നിക് എറിക് ആയി മാറിയ മിറ്റ്നിക് ഡെൻവറിലേക്ക് താമസം മാറി. ഇവിടെ ഒരു നിയമ സ്ഥാപനത്തിന്റെ IT ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയ അദ്ദേഹം പകൽ IT ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയും രാത്രിയിൽ ഹാക്കിങ്ങിന്റെ പുതിയ ഇരകളെ തേടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വലയിൽ വീണത് ആദ്യം മോട്ടറോളയായിരുന്നു. അവരുടെ മൈക്രോട്രാക്ക് അൾട്രാ ലൈറ്റ് ഫോണിന്റെ സോഫ്റ്റ്വെയർ ആണ് ആദ്യം ചോർത്തിയത്. ഇങ്ങനെയാണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം നോക്കിയ ആയിരുന്നു. US നോക്കിയയുടെ എഞ്ചിനീയർ എന്ന വ്യാജന അദ്ദേഹം ഫിൻലാൻഡിലെ നോക്കിയയുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ടു. നോക്കിയ 121ന്റെ സോഴ്സ് കോഡ് അദ്ദേഹം സ്വന്തമാക്കി. അല്ലാതെ നോക്കിയയുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം നോക്കിയയിലെ എഞ്ചിനീയർമാരുമായിട്ട് സൗഹൃദത്തിലാകുകയും ചെയ്തു. അപ്പോഴേക്കും ഈ നോക്കിയയിൽ മിറ്റ്നിക് സൃഷ്ടിച്ച അക്കൗണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിലാകുകയും ഇത് FBI പിന്നീട് അറിയുകയും അങ്ങനെ അടുത്ത അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ അറസ്റ്റ് വാറണ്ടിനെ ഭയന്ന് വീണ്ടും അവിടെ നിന്നും മുങ്ങി. ബ്രയാൻ എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിനെ അന്നത്തെ മാധ്യമങ്ങൾ തലയ്ക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള ഹാക്കർ എന്ന പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. ഘട്ടത്തിലാണ് സുതോമു ഷിമോമുറ എന്ന ഒരു ഉദ്യോഗസ്ഥൻ FBI IT സെല്ലിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറും ഒരിക്കൽ മിറ്റ്നിക് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹാക്ക് ചെയ്തതിന്റെ പ്രതികാര ബുദ്ധിയോടെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. ഷിമ്മിയുടെ സഹായത്തോടെ ലോക്കൽ പോലീസ് അദ്ദേഹത്തിനെ പിടിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. ആ വിവരം അറിഞ്ഞ മിറ്റ്നിക് അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെടുകയായിരുന്നു. മൈക്കൽ ഡേവിഡ് എന്ന പേരിൽ നോർത്ത് കരോലീനയിൽ വീണ്ടും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. സ്കോട്ട്ലാൻഡ് സ്റ്റേറ്റ് സർവകലാശാലയുടെ സെർവറിൽ നുഴഞ്ഞു കയറി പുതിയ അക്കൗണ്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 13,000 വിദ്യാർത്ഥികളുടെ രേഖകൾ പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം മൈക്കൽ ഡേവിഡ് എന്ന പേര് സ്വീകരിച്ച് അതിൽ അക്കൗണ്ടും തുടങ്ങി. മിറ്റ്നിക് വീണ്ടും മോട്ടറോളയിൽ നുഴഞ്ഞു കയറാൻ ശ്രമങ്ങൾ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ നിശ്ചലമായി. യഥാർത്ഥ മൈക്കൽ ഡേവിഡ് ആയിരുന്നു അതിന്റെ കാരണം. തന്റെ പേരിൽ ആരോ സിം കാർഡ് സ്വന്തമാക്കിയെന്ന് അദ്ദേഹം കമ്പനി ദാതാക്കളെ അറിയിച്ചു. ഇത് യഥാർത്ഥത്തിൽ നടന്നത് മിറ്റ്നിക്കിന് വന്ന ഒരു ലെറ്റർ അത് ഇദ്ദേഹത്തിന് മാറി വന്നതായിരുന്നു കാരണം. മിറ്റ്നിക് തോമസ് കേസ് എന്ന പേരിലേക്ക് വീണ്ടും മാറി. പക്ഷെ അവിടെയും മിറ്റ്നിക്കിന് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ ഷിമ്മിയുടെ കമ്പ്യൂട്ടറിൽ നിന്നും മോഷ്ടിച്ച സോഫ്റ്റ്വെയർ
അദ്ദേഹം വെൽ എന്നൊരു കമ്മ്യൂണിറ്റി സെർവറിലാണ് സേവ് ചെയ്ത് വെച്ചിരുന്നത്. ബ്രൂസ് കോബാൽ എന്നയാളുടെ അക്കൗണ്ട് മോഷ്ടിച്ച് അതിലായിരുന്നു അദ്ദേഹം ഈ ഫയലുകൾ സൂക്ഷിച്ചത്. അങ്ങനെ മെമ്മറി ഫുള്ളായി എന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇദ്ദേഹത്തിൻ്റെ മെയിലിൽ വരികയും അങ്ങനെയാണ് തൻ്റെ അക്കൗണ്ടിൽ താൻ അറിയാതെ ഒരു വിവരം കിടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡേറ്റ കിടക്കുന്ന വിവരം ഈ കോബാൽ അറിയുകയും അതിനെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തു. ഇത് ഷിമ്മി അറിയുകയും ചെയ്തു. ഷിമ്മി അങ്ങനെ മിറ്റ്നിക്കിനെ പിടിക്കുവാനായി തയ്യാറെടുത്തു. ഇന്റർനെറ്റ് ദാതാക്കൾ എല്ലാം അതിന് ഷിമ്മിക്ക് കൂട്ടുനിന്നു. ആർക്കും അനുവദിക്കാത്ത ഒരു ഫോൺ നമ്പറിൽ നിന്നുമാണ് ഹാക്കിംഗ് നടക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ആ ഫോൺ നമ്പറിന്റെ ഉറവിടം ഡെൻവറിലാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 1995 ഫെബ്രുവരി 15 മിറ്റ്നിക് കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്തു. പുലർച്ചെ 1:30 വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് മിറ്റ്നിക് കതക് തുറന്നപ്പോൾ പുറത്ത് തന്നെ പിടിക്കുവാനായി കാത്തു നിൽക്കുന്ന FBIനെയാണ് അദ്ദേഹം കാണുന്നത്. നീണ്ട 3 വർഷത്തിനു ശേഷം മിറ്റ്നിക്കിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യം പോലും ലഭിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകൾ പരിശോധിച്ചാൽ തന്നെ ഹാക്ക് ചെയ്യുമോ എന്ന് ഭയന്ന് ജഡ്ജി പോലും ആ തെളിവുകൾ പരിശോധിക്കാൻ മടിച്ചു നിന്നു. പിന്നെ അതുപോലെ തന്നെ ഏതൊരു വില്ലനും ഏതൊരാൾക്കും ജനപിന്തുണയും ഫാൻ ബേസും കയറി വരുന്ന പോലെ മിറ്റ്നിക്കിനും ഒരു വലിയ ഫാൻ ബേസ് അവിടെ ഉണ്ടായി. ഈ ഫാൻസ് എല്ലാം കൂടെ ഒത്തുകൂടി ഫ്രീ കെവിൻ എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചു. 1599 രൂപ അദ്ദേഹം സ്വരൂപിച്ചതായി അഭിഭാഷകർ അഭിപ്രായപ്പെട്ടു. വാദങ്ങൾക്കൊടുവിൽ കോടതി വിധിച്ചത് വെറും 3.5 ലക്ഷം രൂപയായിരുന്നു. 2000 ആണ്ട് ജനുവരി 21 ജയിൽ മോചിതനായ അദ്ദേഹത്തെ കാത്തെത്തിയത് തൻ്റെ എതിരാളിയായ US ഗവൺമെൻറ് തന്നെയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ സുരക്ഷകൾ എങ്ങനെ ശക്തമാക്കാം എന്നുള്ള ഉപദേശമായിരുന്നു ഗവൺമെൻറ്റിന് മിറ്റ്നിക്കിൽ നിന്ന് ആവശ്യം. മിറ്റ്നിക് സെക്യൂരിറ്റി കൺസൾട്ടിങ്ങിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. സിംഗപ്പൂരിൽ വെച്ച് നടത്തിയ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ തൻ്റെ ജീവിത സഖിയെ കണ്ടെത്തി. 2022 അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുകയും 2023 പാൻക്രിയാസ് ക്യാൻസർ ബാധിച്ച് മിറ്റ്നിക് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം 59-ാമത്തെ വയസ്സിൽ മരിക്കുകയും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു, ടേക്ക് ഡൗൺ.